friends, welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് hlookup ഫംഗ്ഷൻ. അപ്പൊ ആ ഒരു ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഓൾറെഡി vlookup ഫംഗ്ഷനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് hlookup ഫംഗ്ഷൻ എക്സലിൽ യൂസ് ചെയ്യുന്നത് നോക്കാം. vlookupഉം hlookup ഒരേ യൂസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഡാറ്റാസ്, നമ്മുടെ ടേബിളിന്റെ ആ ഒരു ഹൊറിസോണ്ടൽ ആണോ അതുപോലെ തന്നെ വെർട്ടിക്കൽ ആണോ ആ ഒരു ഫോർമാറ്റിന് അനുസരിച്ചിട്ടാണ് ഫംഗ്ഷൻ ഇവിടെ മാറുന്നത്. നമ്മുടെ ഡാറ്റാസ് ഒരു കോളം വൈസ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എങ്കിൽ vlookup ഫംഗ്ഷനും, അല്ല റോ വൈസ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എങ്കിൽ hlookup ഫംഗ്ഷനുമാണ് അപ്ലൈ ചെയ്യേണ്ടത്. രണ്ടും സെയിം യൂസ് തന്നെയാണ്. അപ്പൊ ഞാനിവിടെ ഒരു സ്റ്റോക്ക് റിപ്പോർട്ട് ആണ്, ഒരു ടേബിൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു കമ്പനീസിൽ വരുന്ന കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസും അത് ഏതൊക്കെ ബ്രാഞ്ചിൽ എത്ര ക്വാണ്ടിറ്റീസ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു സ്റ്റോക്ക് റിപ്പോർട്ടാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി അതിന്റെ താഴേക്ക് നമുക്ക് ഐറ്റംസും അതുപോലെ തന്നെ ബ്രാഞ്ചും അതിൽ വരുന്ന ക്വാണ്ടിറ്റിനെയും നമുക്ക് ഇവിടെ കൊണ്ടുവരാനുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഐറ്റംസ് ഇവിടെ ഒന്നുകിൽ നമുക്കിവിടെ ഓരോ ഐറ്റം ഇങ്ങനെ മാറി മാറി ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ല എങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ഡാറ്റ വാലിഡേഷൻ കൊടുക്കുക എന്നുള്ളത്. നമ്മൾ vlookup ഫംഗ്ഷനിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഡാറ്റ ടാബ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഡാറ്റ വാലിഡേഷൻ എടുക്കുക. അതിൽ എനി വാല്യൂ മാറ്റി നമുക്ക് ഇവിടെ ലിസ്റ്റ് കൊടുക്കുക. സോഴ്സിൽ എന്ത് ചെയ്യുക, നമ്മൾ ഐറ്റംസ് ഏതൊക്കെയാണോ ലിസ്റ്റ് ആയിട്ട് വരേണ്ടത് ആ ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിസ്റ്റ് ബട്ടൺ വരും. ഈ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് വേണ്ട ഐറ്റത്തിന് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ ഐറ്റം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബ്രാഞ്ച് നമുക്ക് ഓരോ ബ്രാഞ്ച് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഡാറ്റ വാലിഡേഷൻ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ എനി വാല്യൂ മാറ്റി ലിസ്റ്റ് കൊടുക്കുക. സോഴ്സിൽ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ബ്രാഞ്ച് ആണ്. തൃശ്ശൂർ മുതൽ ഞാനിവിടെ പൊന്നാനി വരെയുള്ള ബ്രാഞ്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലിസ്റ്റ് ബട്ടൺ വരും. ബാക്കിയുള്ള സെല്ലുകളിൽ നമ്മൾ ഇങ്ങനെ ഫില്ല് പോയിന്റർ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്താൽ മതി. അപ്പൊ എല്ലാ സെല്ലിലും ലിസ്റ്റ് ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ബ്രാഞ്ചിനെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. എല്ലാ ബ്രാഞ്ചസും നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ക്വാണ്ടിറ്റി ആണ് നമുക്ക് കൊണ്ടുവരാനുള്ളത്. അപ്പൊ ക്വാണ്ടിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ hlookup ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്കിവിടെ ഈക്വൽ കൊടുക്കാം, എന്നിട്ട് hlookup എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫംഗ്ഷൻ അവിടെ വന്നതായിട്ട് കാണാം. ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ലുക്കപ്പ് വാല്യൂ ആണ് ചോദിക്കുന്നത്. ലുക്കപ്പ് വാല്യൂ നമ്മളിവിടെ കൊടുക്കേണ്ടത് ഐറ്റം ആണ്. അപ്പൊ ഐറ്റത്തിനനുസരിച്ചിട്ട് വേണം നമുക്കിവിടെ ക്വാണ്ടിറ്റി വരാനായിട്ട്. അപ്പൊ അതാണ് നമ്മുടെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഐറ്റം സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ കോമ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുക ടേബിൾ അരയാണ്. അതായത് ഏത് ടേബിളിൽ നിന്നാണോ നമ്മൾ വാല്യൂ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ആ ടേബിളിലാണ് നമ്മുടെ ടേബിൾ അര. ടേബിൾ മൊത്തം സെലക്ട് ചെയ്യാൻ ഹെഡിങ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ നമ്മുടെ ഡാറ്റാസ് മാത്രം സെലക്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. എന്നിട്ട് കോമ കൊടുക്കുക. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് റോ ഇൻഡെക്സ് നമ്പർ ആണ്. അപ്പൊ vlookup നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുക കോളം ഇൻഡെക്സ് നമ്പർ ആണ്. അപ്പൊ കോളത്തിന്റെ നമ്പർ ഏതാണോ അതാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് റോ ഇൻഡെക്സ് നമ്പർ ആണ്. അപ്പൊ റോ ഇൻഡെക്സ് നമ്പർ ഇവിടെ 2 ആണ് വരുന്നത്. അതായത് തൃശ്ശൂരുള്ള ക്വാണ്ടിറ്റി രണ്ടാമത്തെ റോയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 2 എന്നുള്ള നമ്പർ ആണ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ തൃശ്ശൂരിന്റെ ക്വാണ്ടിറ്റി ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. 2 എന്നുള്ള നമ്പർ കൊടുക്കുക. ദെൻ കോമ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റേഞ്ച് ലുക്കപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ ഫോൾസിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓരോ ബ്രാഞ്ചിന്റെയും ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ കൊടുക്കണം. അപ്പൊ അടുത്ത് നമുക്ക് ഇനി കൊച്ചിയിലുള്ള ബ്രാഞ്ചിലുള്ള ക്വാണ്ടിറ്റി എത്രയെന്നുള്ളത് നോക്കാം. സെയിം ഫംഗ്ഷൻ ആണ് ലുക്കപ്പ് വാല്യൂ ഞാനിവിടെ ഐറ്റം തന്നെയാണ് കൊടുക്കുന്നത്. ദെൻ കോമ ടേബിൾ അരേ നമ്മുടെ മൊത്തം ടേബിൾ സെലക്ട് ചെയ്യുക. ദെൻ കോമ റോ ഇൻഡെക്സ് നമ്പർ കൊച്ചി എന്ന് പറയുന്നത് 3ാമത്തെ റോയിലാണ്, 3 എന്നുള്ള നമ്പർ കൊടുക്കുക. ദെൻ കോമ ടേബിൾ റേഞ്ച് ലുക്കപ്പ് എന്ന് പറയുന്നത് ഫോൾസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പൊ കൊച്ചിയിലുള്ള ക്വാണ്ടിറ്റിയും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിലും കൂടി നമുക്ക് കൊണ്ടുവരാം. ഇപ്പൊ ഇവിടെ എല്ലാ ബ്രാഞ്ചിന്റെയും ക്വാണ്ടിറ്റി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഈ ഒരു ഫംഗ്ഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ടിവിയുടെ മാത്രം ക്വാണ്ടിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, അതുപോലെ ഓവൻ, ഗ്രൈൻഡർ, ഇങ്ങനെ കുറെ ഐറ്റംസുകൾ ഉണ്ട്. അപ്പൊ ആ ഐറ്റംസിന്റെ ഒക്കെ ക്വാണ്ടിറ്റി ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരണം. അപ്പൊ അതിനാണ് ഈ ടിവിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഈ ലിസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജ് എടുത്ത് നോക്കാം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ ബ്രാഞ്ചിന്റെയും
ക്വാണ്ടിറ്റി ഇവിടെ മാറുന്നതായിട്ട് കാണാം. അതുപോലെ അടുത്ത ഐറ്റം എടുത്ത് നോക്കാം, ക്വാണ്ടിറ്റി മാറുന്നുണ്ട്. വാഷിംഗ് മെഷീൻ എടുത്ത് നോക്കാം, ഓവൻ, ഗ്രൈൻഡർ. അപ്പൊ ഓരോ ഐറ്റം വെച്ചിട്ട് നമ്മൾ ഓരോ ബ്രാഞ്ചിന്റെയും ക്വാണ്ടിറ്റിനെ ഇവിടെ നമ്മൾ കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഐറ്റം മാറ്റുന്നതിനനുസരിച്ചിട്ട് ഓരോ ബ്രാഞ്ചിന്റെയും ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. അതാണ് എച്ച് ലുക്കപ്പ് ഫംഗ്ഷന്റെ പ്രത്യേകത. വി ലുക്കപ്പ് ഫംഗ്ഷനും ഇതേ യൂസ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ എക്സലിലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.